ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുനാരങ്ങ, തക്കാളി, പിന്നെ സവാള, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ്, കറിവേപ്പില, പുതിനയില. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയൊക്കെ അരിയുമ്പം വളരെ നേർത്ത രീതിയിൽ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതവിടെ പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അരി മെഷർ ചെയ്യാൻ പോകുന്നത്. അരി ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ്, ഞങ്ങൾ 3 പേർക്കുള്ള അരിയാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് മസാലകൾ നോക്കാം. ഇതിന് വേണ്ടത് സ്പൈസസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ജീരകം, പിന്നെ നമ്മുടെ ഗ്രാമ്പു, പട്ട, ഏലക്ക, മുന്തിരിങ്ങ. മസാലകളായിട്ട് കുരുമുളക് പൊടി, ചിക്കൻ മസാല, ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇതാ നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരണം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കടുക് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളായിട്ടുള്ള സവാള, പച്ചമുളക് എന്നിവ ചേർക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അതാ ഇവിടെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മസാലകളായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടാണ് അതിന് ശേഷമാണ് നമ്മളിവിടെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അത് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അടിക്ക് പിടിച്ച് പോകുന്നതുകൊണ്ടാണ് നമ്മളത് ഒരു ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം ഇത് ചേർക്കുന്നത്. അപ്പം അതുകൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇതവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലകളൊക്കെ ചിക്കൻ്റെ മേലാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള മസാല കൂടി ആഡ് ചെയ്യാം. അതായത് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ ബിരിയാണി മസാല. ഇത്രയും മസാലകൾ കൂടി നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ വേവാൻ ആവശ്യത്തിൽ, അതായത് കുക്കറിൽ അടുക്കി പിടിക്കാതിരിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമ്മളിതാ കുക്കർ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ഇനി ഒരു ഏകദേശം ഒരു 4 വിസിലോളം ഇതിനാവശ്യമാണ് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. ഇതവിടെ 4 വിസിൽ വന്നു കഴിഞ്ഞു. വിസിൽ വന്നേമ്പടി തുറക്കരുത്, കുറച്ച് നേരം വെച്ചതിന് ശേഷം തുറക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച, കഴുകി റെഡിയാക്കി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മുകളിൽ വേണം നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട്. അരി ഇട്ടതിന് ശേഷം മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അരി മൊത്തമായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചിക്കനുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ഇപ്പം നമ്മൾ സ്വതവേ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെക്കുക. ഇതിൽ ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഈ അരി മുങ്ങിക്കിടക്കുന്ന പാകത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ്, കട്ടി നെയ്യ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി. ഇവിടെ എൻ്റെ കയ്യിൽ ലൂസായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ലൂസായിട്ട് ആഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, തേജ്പത്ത എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ആ ഒരു ഇല, പിന്നെ നമ്മൾ നേരത്തെ മല്ലിച്ചപ്പ്, കറുകപ്പട്ട, 2 ചെറുനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഗ്രാമ്പു, ഏലക്ക, മുന്തിരിങ്ങ, പിന്നെ നമ്മുടെ പുതിനയില, ഇത്രയും നമ്മൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം. അതിന് മുന്നേ നമ്മൾ ഉപ്പിടണം, മറന്നു പോകരുത്. അരിക്കും ചിക്കനും ആവശ്യമായ, ചിക്കന് നേരത്തെ നമ്മൾ ഇട്ടു, അരിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം മാത്രം നമ്മളിത് അടുപ്പത്ത് വെക്കുക. ഫ്ലെയിം ഓണാക്കി ഏകദേശം ഒരു 4 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് തുറക്കാവുന്നതാണ്. വിസിൽ നന്നായിട്ട് ഫുൾ ആവിയും പോയതിന് ശേഷം വേണം നമ്മളിത് തുറക്കാൻ വേണ്ടി. കാരണം ഈ ആവിയിലും കൂടെ ഈ ചോറ് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ അതാ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ജ്യൂസി ആയിട്ട് ചിക്കനും കിട്ടിയിട്ടുണ്ട്, നല്ല റൈസും നല്ല പ്രോപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.